നമ്മളുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നടനാണ് ബാബു ആന്റണി ചേട്ടൻ. ബാബു ചേട്ടൻ അമേരിക്കയിലാണെന്നുള്ളത് മിക്കവാറും പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് മൂവികളിൽ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട്. അപ്പൊ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? കാരണം നമുക്ക് മറ്റുള്ള ഏത് രാജ്യങ്ങളായാലും ഒന്നെങ്കിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ, ഇത് ഒരു ദിവസം ഫ്ലൈറ്റിൽ ഇരുന്ന് 24 മണിക്കൂർ. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ബാബു ചേട്ടൻ പറയണ്ടായി, കഴിഞ്ഞ 1.5 വർഷത്തിനുള്ള എത്ര പ്രാവശ്യം പോയിന്ന്? കോവിഡിന് മുമ്പ് 12 പ്രാവശ്യം പോയി. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ എങ്ങനെ ഈ നാട്ടിൽ പോയി അഭിനയിച്ച്, കാരണം അത് കലയോടുള്ള ഒരു സ്നേഹമാണ്, അത് അതുകൊണ്ട് മാത്രമാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ജീവിതം. ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. വോളിബോൾ കളിക്കുമായിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയുടെ വോളിബോൾ ടീമിൻ്റെയും അത്ലറ്റിക് ടീമിൻ്റെയും ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ ഞാൻ MBA ചെയ്തു സിംബയോസിസ് കോളേജിൽ, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. അപ്പം അതൊക്കെ വിട്ടിട്ട് ആ പ്രായത്തിൽ നമ്മൾ സിനിമയിലേക്ക് വരിക എന്നത് വലിയൊരു റിസ്ക്കാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അന്ന് തൊട്ടേ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ കുറേ ഒരു പാഷനായിട്ട് നടന്ന് ആ ഒരു സംഭവമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അത് നമുക്ക് വിട്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും.